2019 ഫെബ്രുവരി 17 പെരിയയിൽ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെടുന്നത്. ഇന്നിപ്പം 6 വർഷം തികയാണ്. എൻ്റെ കൂടെ ഇപ്പം ശരത്ലാലിൻ്റെ പിതാവ് ചേരുന്നുണ്ട്. ഇന്നിപ്പം 6 വർഷം തികയാണ്. നിങ്ങൾക്കടക്കം ദുഃഖകരമായൊരു ദിവസം തന്നെയാണത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ പ്രതികൾക്ക്, 8-ാം പ്രതിക്കും 15-ാം പ്രതിക്കും ഉൾപ്പെടെയുള്ള പ്രതികൾ പരോൾ അപേക്ഷ നൽകുന്നു സർക്കാരിന്. അത്യന്തം ഒരു വേദനാകരമായ ഒരു സംഭവം തന്നെ. വളരെയധികം വേദനാജനകമായ കാര്യമാണ്. അത്യന്തം ഒരു ദുരന്തമാണ് കേരളത്തിൽ കൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഈ സർക്കാർ നീങ്ങുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ ദിവസം 6 വർഷം തികയുന്നു കുട്ടികളെ കൊല ചെയ്യപ്പെട്ടിട്ട്. ഇതിൻ്റെ ദുഃഖത്തിൽ നിന്നും ഈ നിയമ പോരാട്ടവുമായി 6 വർഷമായി നമ്മൾ പിന്നിൽ പോകുന്നു. അതിന് കുറച്ച് 14 പേർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു ആശ്വാസത്തിലാണ് നമ്മളുള്ളത്. ഈ സർക്കാർ എപ്പോഴും ഇതിനെതിരെ നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കേണ്ട സർക്കാർ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നടത്തുമ്പോഴും ഇത്രയൊക്കെ കൊണ്ട് ഈ കേസ് ഇവിടെ എത്തിച്ചിട്ട് 14 പേർക്ക് ശിക്ഷ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ തന്നെ അവരെ ജയിലിൽ നിന്ന് പരോളിലിറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപലപനീയവും നീചത്വവും വെറും എന്താ പറയേണ്ടത് അതിൻ്റെ ഒക്കെ അർത്ഥം നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നീതിയോ ജനാധിപത്യവും ഇല്ലാത്തൊരു വ്യവസ്ഥിതിയിൽ സർക്കാർ മുമ്പോട്ട് നീങ്ങുമ്പോൾ ജനങ്ങൾക്ക് വരുന്ന ദുരന്തങ്ങൾ ചെറുതല്ല. നമ്മൾക്ക് ഇവിടെ ഒരു സർക്കാരിൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ജനങ്ങൾക്കാകെ ഒരു പ്രശ്നമായി തോന്നുന്നത് ഇതൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗമായി പോയല്ലോ. ഇതിനൊക്കെ പ്രതികരിച്ചേ പറ്റൂ. കാരണം ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് പറ്റും. നീതിപരമായി നിയമപരമായി നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ ഒരു സർക്കാർ ഒരു ക്രിമിനലുകളെ ജയിലിലിട്ട് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ വേറെന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമ നടപടികളൊക്കെ നമ്മൾ മുമ്പോട്ട് പോകും. പിന്നെ ജനപ്രക്ഷോഭത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും പോകേണ്ടി വരും എന്നല്ലേ നമ്മുടെ പ്രസ്ഥാനമായി ആലോചിച്ചവരൊക്കെ ഇന്ന് 6-ാം വാർഷികത്തിൽ ഇന്ന് 3 മണിക്ക് ഇവിടെ പൊതുപരിപാടിയിൽ വെച്ച് അത് മിക്കവാറും നമ്മളെ ഇവിടുത്തെ KPC പ്രസിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ MP ഉണ്ണിത്താൻ, പിന്നെ നമ്മുടെ DK ശിവകുമാർ, കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയും KPC പ്രസിഡൻറ്റുമായ DK ശിവകുമാർ വരുന്നുണ്ട്. ഇവരൊക്കെ ഇവിടുന്ന് വേദിയിൽ നിന്ന് തന്നെ ഇതിനൊക്കെയുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവരെ ഒരാത്മവിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും മുമ്പോട്ട് പോകുന്നത്. കാരണം ജനങ്ങൾ ഇതിനെ ഒരിക്കലും അംഗീകരിക്കില്ല. നാളേക്ക് വരുന്ന തലമുറയിലെ ഈ ഭവിഷ്യത്ത്, ഈ ദുരന്തം, ഈ ക്രിമിനലുകളെ പുറത്തുവിട്ട് ഇനിയും കൊല്ലാനുള്ള ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ ജനരോഷം ആളിക്കത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. TP വധക്കേസിലെ പ്രതികളടക്കം പരോൾ ലഭിച്ചത് അതൊക്കെ വലിയൊരു വാർത്തയായിരുന്നു. സർക്കാരിനത് വലിയ വാർത്തയൊന്നുമല്ല. അവർ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഭരണം നടത്തുന്നതും ഈ പാർട്ടി കെട്ടിപ്പടുക്കുന്നതും ഒക്കെ മറ്റുള്ളവരെ കൊല്ലുക, ഇവരെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് മാത്രം കാര്യങ്ങൾ പോയി. പഴയ കാലം തൊട്ടേ ഇത് തുടങ്ങിയതാണ്. പിടിക്കപ്പെടുന്നില്ല എന്നില്ല. ആർക്കെങ്കിലും ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇവരെ അഥവാ ശിക്ഷിച്ച് ഗതികെട്ടിട്ട് എങ്ങനെ നിവൃത്തിയില്ലാതെ ശിക്ഷിച്ച് പോയാൽ അവരെ എങ്ങനെയും രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ. ഭരണം കയ്യിലുണ്ടല്ലോ, എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചും കൊണ്ട് ഈ ക്രിമിനലുകളെ രക്ഷപ്പെടുത്തുമ്പോഴും ഇവർ ചിന്തിക്കേണ്ട ഇവർ സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങളും അതായത് ജനങ്ങൾക്കുള്ള പ്രയാസങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അവരെന്തൊക്കെയാണ് ഈ ജയരാജന്മാരും അതുപോലെ തന്നെ ഇവരുടെ സർക്കാർ, ഇവരെ പാർട്ടിയും എല്ലാം കൂടി ഇവരെ പരമാവധി ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ അവരെ സൗകര്യത്തിനകത്തിൽ വിടാനുള്ള സംവിധാനത്തിലേക്ക് പോകും. പക്ഷേ അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ, നിയമ പോരാട്ടങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമുക്ക് പറയാം. നിയമപരമായി പ്രതികൾക്ക് പരോൾ ലഭിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് ജയിൽ സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കുന്നത്. അവരെ ജയിലിലേക്ക് ഒരു ജയിൽ സൂപ്രണ്ട് അടക്കം വരുന്ന ഇവരൊക്കെ സ്വീകരിക്കുന്ന P ജയരാജൻ, പിന്നെ അതിൻ്റെ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമല്ലേ, സ്വീകരിക്കുന്നത് കണ്ടില്ലേ? അതാണ് അവരെ പിന്നെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ്. വെറും നീച പ്രവൃത്തികളെ ചെയ്യും. ജയിൽ സൂപ്രണ്ടിന് എന്താ പാർട്ടിയോ അവരെ സർക്കാരോ പറയുന്നതനുസരിച്ചിട്ട് അവരെ എഴുതി കൊടുക്കും, അത്ര തന്നെ. ഇതിനു മുമ്പിലെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നതല്ലേ. ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ അവിടെ നിന്ന് കള്ളത്തരങ്ങൾ ചെയ്യാനും സ്വർണ്ണക്കടത്തിനും ഒക്കെ നമ്മൾ വായിച്ചറിയുന്നുണ്ടല്ലോ കാര്യങ്ങൾ. എല്ലാ വൃത്തികേടും അവർ ചെയ്യും. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, അവർക്ക് മാനസികമായിട്ട് ഒരു തരത്തിലെ പിരിമുറുക്കം വരാതെയോ അവരെ കുടുംബത്തിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. നാളേക്ക് വേണ്ടേ ഇവരെല്ലാം ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നാളെ ആളെ കൊല്ലണ്ടേ? ഈ പാർട്ടി വളർത്താൻ ആളെ കൊന്നിട്ടല്ലേ ഇവർ പോകുന്നില്ല. അതായത് മറ്റുള്ളവർ അന്തചിത്രമാക്കി കൊന്നൊടുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന പാർട്ടിയാണ്. അതിനെതിരെ ഇനി ശക്തമായിട്ടുള്ള ഒരു ജനമുന്നേറ്റം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നിയമപരമായി പോരാടാൻ തന്നെയാണ് തീരുമാനം. അതെ, നിയമപരമായി പോരാടണം. നിയമത്തിനും കാര്യങ്ങളുണ്ടല്ലോ. സർക്കാർ ചെയ്യേണ്ട കടമ ചെയ്തില്ലെങ്കിൽ നിയമമായിട്ട് നമ്മളെന്ത് ചെയ്യും? സർക്കാരിലാണല്ലോ പരോൾ കൊടുക്കണമെന്നില്ലേ അധികാരമുണ്ടെന്ന്. ഇപ്പോൾ 1.5 മാസം കഴിയുമ്പോൾ തന്നെ പരോൾ കൊടുക്കണം എന്ന് സർക്കാരിനോടാണ് കൊടുക്കുന്നത്. ആ സർക്കാർ അതിന് തയ്യാറാണ്. ഇവർ പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. പക്ഷെ അവർ അതിനെ എതിരെ നിൽക്കുമോ? അവർ കൊടുക്കാൻ തയ്യാറല്ലേ. അപ്പോൾ അത് നിയമപരമായിട്ട് എങ്ങനെയാണ് പോവുക? സർക്കാരിൻ്റെ പരിധിക്കകത്ത് വരുന്നൊരു കാര്യമാണ് ഈ പരോൾ എന്നെല്ലാം വെച്ചാൽ. അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതൊന്നും അവർ അംഗീകരിക്കില്ല. നിയമപരമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ജനരോഷം കുട്ടിപ്പുറപ്പെടുക മാത്രമേ ഇനി മാർഗമുള്ളൂ.
എന്തായാലും 8-ാം പ്രതിയും 15-ാം പ്രതിയുമാണ് ഇത്തരത്തിൽ പരോളിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബക്കാരുടെ തീരുമാനവും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.